ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ അനിയത്തിയുടെ അനിയൻ്റെയും, അതായത് എൻ്റെ അമ്മാവൻ്റെ പിള്ളേർ കേട്ടോ, അവരുടെ സ്ഥിരീകരണമാണ്, അല്ലെങ്കിൽ കൺഫർമേഷൻ അതുമാനം എന്നൊക്കെ പറയും. നമുക്ക് ഇച്ചിരി വൈകിയാണ് കേട്ടോ കൺഫർമേഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആദ്യം രാവിലെ വന്ന ഉടനെ ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ടാണ് പോയത് കേട്ടോ. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് അറിയണമല്ലോ, ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയതാണ്. പിന്നെ ഒരു ഓട്ടം പിടുത്തമൊക്കെ ആയിരുന്നു, അടുക്കള പണി, പിള്ളേരെ ഒരുക്കൽ, അങ്ങനെയൊക്കെ. അപ്പോൾ ചെറിയ ആളെയാണ് ഞാൻ ആദ്യം ഒരുക്കിയത് കേട്ടോ. അവളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് യാത്ര പോകണം, താമസിക്കാൻ പാടില്ല. പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. പിന്നെ മൂത്തയാൾ ഇത് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുങ്ങിയായിരുന്നു, കാരണം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് നേരത്തെ ഒരുങ്ങി ഇറങ്ങിയായിരുന്നു കേട്ടോ. അവസാനം ഇറങ്ങി വന്നത് നമ്മുടെ സീക്കയാണ്. സീക്ക പിന്നെ കഥയൊക്കെ പൊട്ടി ഇറങ്ങി. പിന്നെ അതെ നമ്മൾ താഴത്തെ വീട്ടിലോട്ട് പോവാണേ. അവിടെ ചെന്നിട്ട് പപ്പായിലും മമ്മിയിലും അനിയനെയും കൊണ്ടുവേണം പോകാൻ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വേണം പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ ഒരുങ്ങിയൊക്കെ നിൽപ്പുണ്ട്. ബോബിക്കുട്ടൻ കണ്ടോ എന്തൊക്കെ തപ്പി നടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ താഴെയാണ് ഇട്ടേക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ഇറങ്ങി കേട്ടോ. വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ യാത്രയൊക്കെ പോകുന്നത്, എങ്കിൽ കൂടി വളരെ സന്തോഷമാണ് കേട്ടോ. ഒത്തിരി എൻജോയ് ചെയ്താണ് നമ്മൾ യാത്ര. പിന്നെ യാത്ര പോകുമ്പോൾ എനിക്ക് സൈഡ് സീറ്റ് പ്രധാനമാണ്, ഇല്ലെങ്കിൽ പണിയാകും. ഉണ്ടോ, പപ്പായും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ വന്ന് ചാടി ഈരാറ്റുപേട്ടയിലാണ് കേട്ടോ. നമുക്കല്ലാതെ തന്നെ വഴിയുണ്ട്, നമ്മൾ കടുക്കത്തിനാണ് പോകേണ്ടത്. ഈരാറ്റുപേട്ട വരേണ്ട കാര്യമുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയോ സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, അവരെല്ലാവരും ആ വഴിയായിട്ട് പോയി. അവർ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇത് തീക്കോയി വഴിയാണ് പോകുന്നത്. ഒരുപാട് കാലങ്ങൾ ഈ വഴി ഞാൻ യാത്ര ചെയ്തതാണ് കേട്ടോ. കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരികളും, അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഇതാണ് ഈരാറ്റുപേട്ട നടക്കൽ കേട്ടോ. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു. ഇതാണ് തീക്കോയി, അതായത് വാഗമൺ റൂട്ടൊക്കെ പോകുന്നവർക്കറിയാം, ഈ ഭാവമൊക്കെ കണ്ടിട്ടുണ്ടാവും. തീക്കോയി പള്ളി. അങ്ങനെ ഇവിടെ ഒരു കടയിലാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ട് കാണുന്ന വഴിയാണ് നമ്മുടെ വാഗമൺ റൂട്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. അവിടെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 2 വഴി ഉണ്ടാവും. അതിൻ്റെ ഇടതുവശത്തോട്ടാണ് നമ്മുടെ വഴി കേട്ടോ, നമ്മുടെ നാട്ടിലേക്കുള്ള വഴി, പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നമ്മളിത് ഈ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും. പോകുന്ന വഴിക്ക് കുഞ്ഞ് ഛർദ്ദിച്ച് മൊത്തം കുളമായി. പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. അവിടെ നിന്നൊരു ചേട്ടൻ വണ്ടി കഴുകുന്നുണ്ടായിരുന്നു. ചേട്ടൻ നമുക്ക് വെള്ളമൊക്കെ തന്നു, കൊച്ചിനെ ക്ലീനാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇരുന്നും ഇറങ്ങിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കണ്ടോ. എന്നാ ഭംഗിയാണെന്നറിയാം ഇവിടെയൊക്കെ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിൽ വരുന്നത് കേട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മളൊരു പഞ്ചായത്താണ് ഈ പോകുന്ന സ്ഥലവും, നമ്മുടെ സ്ഥലമൊക്കെ ഒരു പഞ്ചായത്ത് തന്നെ, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ. പിന്നെ ഒരു മലയാണ് നമ്മളെ വേർതിരിക്കുന്നത്. ഈ 2 പഞ്ചായത്തുകളും വേർതിരിക്കുന്നത് ഒരു മലയാണ് കണ്ടോ. നമ്മുടെ ഇല്ലിക്കുമലയുടെ ഒരു ഭാവമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ, നമ്മുടെ വീടിക്കകത്തൊക്കെ ആദ്യം കാണാൻ മല, ഇല്ലിക്കുമല, അതിൻ്റെ ഒരു സൈഡ് ഭാവമാണ് കാണുന്നത്. അപ്പം ഈ പഞ്ചായത്ത് 2ആയിട്ട് വേർതിരിക്കുകയാണ് കേട്ടോ, ഈ മലകളൊക്കെ കൂടി. അതുകൊണ്ടാണ് ഇത്രയും ദൂരമൊക്കെ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഒരു പഞ്ചായത്ത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പള്ളി. എനിക്ക് ഇത് പെയിൻറ്റർ സാഹിബ് കേട്ടോ. നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ സുവിശേഷം ആദ്യമായിട്ട് സുവിശേഷമൊക്കെ അറിയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക്, അവർക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലെ ഐസ്ക്രീം കഴിക്കുന്നു. ചെറിയ കൊച്ചിൻ്റെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അവളൊരു 4 ഐസ്ക്രീം ഒറ്റ ഇരിപ്പിന് കഴിച്ചു. അത്രയും ക്ഷീണമായിരുന്നു പാവം. ഉള്ളിൽ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞ് ഛർദ്ദിച്ചൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് അവിടെ പോയി നിന്നതേ ഉള്ളൂ, അകത്തോട്ട് കയറിയില്ല. നമ്മുടെ പള്ളി ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഒരു ദിവസം നമ്മുടെ പള്ളി ഞാൻ കാണിച്ചു തരാവേ. കാരണം എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളിയിലെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ കേട്ടോ. സ്ഥിരീകരണം അല്ലെങ്കിൽ കൺഫർമേഷനുള്ള കുട്ടികൾക്ക് ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ക്യാപ്റ്റൻ്റെ ആൻറ്റിയൊക്കെ ഉണ്ടു, എൻ്റെ പേരമ്മച്ചി.
പേരമ്മിച്ചിൻ്റെ വിഷയമൊന്നുമല്ല കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കുന്നത് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. അപ്പം ഞാൻ മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടോ, എന്തെങ്കിലും കാണുന്നുണ്ടോ? അമ്പിളിമാവൻ 2:30 മണി പകൽ അമ്പിളിമാവൻ, അത്ഭുതം തന്നെ കേട്ടോ. അങ്ങനെ വെയിലെല്ലാം കൂടി എല്ലാവരും ദാഹമായി, വിശപ്പായി. കാരണം രാവിലെ വന്നവരൊക്കെയാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഇത് അനിയൻ പോയതേ പിള്ളേർക്ക് ഏതാണ്ട് കളിക്കാനോ എഴുതാനോ ഒക്കെ ആയിട്ടുള്ള വരയ്ക്കാനോ ഒക്കെ ആയിട്ടുള്ള ഏതാണ്ടൊക്കെ മേടിച്ചു കൊടുത്ത് പിള്ളേർ വണ്ടിക്കകത്തിരുന്ന് വരയൊക്കെ ആയിട്ട് ഇരിക്കുകയാണേ. അപ്പോൾ ഇതിന് അമ്മാവൻ ഇറങ്ങി വന്നു. പിന്നെ കുറച്ച് നേരം അമ്മാവനുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന വഴിയെ തന്നെ പള്ളിയിലൊക്കെ കഴിഞ്ഞു വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെയാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ടോ റബ്ബർ മരം നിൽക്കുന്നേ, എന്നെ ഭംഗിയാന്ന് നോക്കി. റബ്ബർ മരം ഉടുപ്പിട്ട് നിൽക്കുന്നു, അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കാഴ്ച കേട്ടോ. അപ്പോൾ ഇതേ അവിടെ പറയുന്നു, അവിടെ ഒരു തൂക്കുപാലമുണ്ട്, അത് കണ്ടിട്ട് പോകാമെന്ന് പറയുന്നു. ഞാൻ ഇതുവരെ ആ തൂക്കുപാലം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കണ്ടിട്ട് പോകാം, വീഡിയോ എടുക്കാമല്ലോ. ചെറിയ കൊച്ച് ഭയങ്കര ഉറക്കമാണ്. അവൾ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ട്, ഛർദിയെല്ലാം കഴിഞ്ഞല്ലേ പോകുന്നത്. ഇതാണ് ആ തൂക്കുപാലം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തൂക്കുപാലത്തെ കയറാൻ പോകുന്നത്. വീഡിയോ എടുത്ത് പോകുന്നവർക്ക് വലിയ പ്രശ്നമല്ല കേട്ടോ, ഫോണിൽ നോക്കിയല്ലേ പോകുന്നത്. താഴോട്ട് നോക്കി എന്താ പോലെ തോന്നും കണ്ടോ. ഒരുപാട് കുത്തി ഒലിച്ച് വെള്ളം ഒഴുകുന്ന ഭാഗമാണ് ഇതൊക്കെ കണ്ടോ. ആ മലയുടെ മുകളിൽ നിന്നാണ് വെള്ളം വരുന്നതൊക്കെ. ഭയങ്കര മഴയൊക്കെ വരുമ്പോഴത്തേനും കുത്തി ഒലിച്ച് വരും. ചിലയിടത്തൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ. അരുവി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, മാർമല അരുവിയൊക്കെ, അവിടെ നിന്നാണ് ഇതൊക്കെ ഒഴുകി വരുന്നത്. അങ്ങനെ ഇതേ ഒരു വീഡിയോക്ക് പോസ് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ട് പറ്റത്തില്ല. എനിക്ക് കാലൊക്കെ കൈയൊക്കെ വിറയ്ക്കുന്നു തരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ പരിപാടി വേണ്ടെന്ന് വെച്ച് നമ്മൾ അടങ്ങി ഒതുങ്ങിപ്പോയാൽ അവനും കൊള്ളാം അല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചാടിക്കഴിഞ്ഞപ്പോഴാണ് ഭംഗി. എൻ്റെ പൊന്നെ എന്നാ രസമാണെന്ന് കാണാൻ. ചെറിയൊരു മൂടലുണ്ടായിരുന്ന സമയത്ത് കേട്ടോ. ഞാൻ ഓർത്തു അതിൻ്റെ നടുക്കായിട്ടൊരു വീട് വേണം, ഈ കൈതയുടെ ഒക്കെ ഇടയ്ക്ക് ഒരു വീട് വേണം. നല്ല രസമായിരിക്കും അല്ലേ, കൈതത്തോട്ടം. എന്തുകൊണ്ടാണ് നമ്മൾ വല്ലപ്പോഴൊക്കെ യാത്രകളൊക്കെ പോകണമെന്ന് പറയുന്നതിന് ഉദാഹരണമാണ് കേട്ടോ. ഒരുപാട് സംസാരിക്കാം, ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കാം, ഓർമ്മകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പുറത്ത് ഷൂട്ടിങ് വേറെ നടക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വകയായിട്ട് നടത്തുന്നു കേട്ടോ. അപ്പോഴത്തേനും കുഞ്ഞിക്കൊച്ച് എഴുന്നേറ്റു. അവളെയും കൂടി കാണിച്ചില്ലേ എങ്ങനെയാണ്. അവൾക്ക് അത്ഭുതം, സ്വർഗത്തിൽ ചെന്ന പോലെയാണ് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 4 പേര് കൂടുതൽ ആൾക്കാർ ഒരേ സമയത്ത് ഈ തൂക്കുപാലത്തിൽ കയറരുത് എന്ന്. അപ്പോൾ 4 പേരാണെങ്കിൽ പോലും നമ്മൾ നടക്കുമ്പോഴത്തേനും ആ ഒരു ഫോഴ്സിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആടും കേട്ടോ. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. പിന്നെ ഇത് ഫുഡ് കഴിക്കാൻ പോകണം, നമ്മളവിടെ എത്തിയില്ലല്ലോ. അപ്പോൾ പള്ളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞു, അമ്മാവനും ഒക്കെ അങ്ങോട്ട് പോയി കേട്ടോ. കണ്ടോ നിൽക്കുന്ന അമ്മാവൻ. അപ്പോൾ അവിടെ ഒരു കടയിലാണ്, നമ്മൾ ആ കടയിലാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു ചേട്ടനാണ് കേട്ടോ, ബെന്നിച്ചേട്ടൻ്റെ കടയാണ്. എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. കുറേ പേര് ഫുഡ് കഴിച്ചു, ചിലർ കഴിക്കാൻ പോകുന്നു. നമ്മുടെ പരിപാടി പിന്നെ ഇതാണല്ലോ, എവിടെ ചെന്നാലും വീഡിയോ എടുക്കുക. നമ്മുടെ ആൾക്കാരുടെ അടുത്ത് മാത്രമേ കാര്യം, വെളിയിലൊന്നും അങ്ങനെ പോയി എടുക്കത്തില്ല കേട്ടോ, എനിക്ക് മടിയാണ്. അങ്ങനെ എല്ലാവരും നല്ല വിശപ്പിലാണ്. 3-3:30 മണി കഴിഞ്ഞു ഫുഡ് കഴിക്കാനൊക്കെ എല്ലാവരും വന്നിരുന്നു. നമ്മുടെ പിള്ളേർ അനിയനും അനിയത്തി ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ. റൈസ്, ചിക്കൻ, പപ്പടം, അച്ചാർ, സാലഡ്, ഐസ്ക്രീം എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ അമ്മയും അനിയത്തി എത്തി പുറകെ. ഞാൻ അതിശയിച്ച് പോയി കേട്ടോ. ഇതെൻ്റെ അമ്മ അനിയത്തിയാണേ. എന്നാന്ന് ചോദിച്ചാൽ അമ്മയുടെ ഉടുപ്പിൻ്റെ കളറ്, അനിയത്തിയുടെ ഉടുപ്പിൻ്റെ കളറ്, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉടുപ്പിൻ്റെ കളറ് നോക്കിയേ. എൻ്റെ അപ്പൻ, ആ പുറകെ വരുന്ന എൻ്റെ അപ്പനാണ്. അപ്പൻ്റെ ഉടുപ്പിൻ്റെ കളറ്, സീക്കയുടെ ഉടുപ്പിൻ്റെ കളറ്, എൻ്റെ എല്ലാം ഒരേ കളർ. ഇതെങ്ങനെ നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, വന്നപ്പോഴാണ് കാണുന്നത് കേട്ടോ. അനീച്ചാറുടെ ഏകദേശമൊക്കെ വെക്കുന്നത്. ഇതാണ് നമ്മുടെ
സ്ഥിരീകരണ കുട്ടികൾ, അതായത് ഇവരുടെയാണ് സ്ഥിരീകരണം അല്ലെങ്കിൽ കൺഫർമേഷൻ ഇന്ന് കഴിഞ്ഞത് കേട്ടോ. രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പുറത്തെ ഏറ്റത്തിരിക്കുന്നതാണ് എൻ്റെ അനിയൻ. പിന്നെ നമ്മുടെ ബന്ധുക്കാരും നമ്മൾ അറിയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ വഴിയൊക്കെ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നു. കാരണം ഇനി ആൾക്കാരൊന്നും ഇരിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇവരിലൊക്കെ ഏറ്റവും മൂത്ത കുട്ടി ഞാനാണ് കേട്ടോ. എല്ലാവരിലും എൻ്റെ അപ്പൻ്റെ കൂട്ടത്തിൽ നിന്നും അമ്മയുടെ കൂട്ടത്തിൽ നിന്നും എല്ലാം അതെ ഏറ്റവും മൂത്ത കുട്ടി ഞാനാണ്. ചെറിയൊരു സന്തോഷമുണ്ട്, ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ എപ്പോഴും എനിക്ക് എല്ലാവരും അടുത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. പിന്നെ കാണുമ്പം കണ്ടില്ലേ, കൊഞ്ചിക്കും, ഞാൻ എല്ലാവരെയും കൊഞ്ചിക്കും കേട്ടോ. കാരണം ചേച്ചിയാണല്ലോ, കൊഞ്ചിക്കണമല്ലോ. പിന്നെ അതെ പാപ്പനും കൊച്ചും ഫുഡൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ അവർ കഴിക്കുകയാണ്. ഇതന്നെ ജോയിലെ എണീച്ചാൽ അവൻ എന്ത് ചെയ്ത വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. നേരത്തെ പ്രശ്നമില്ലായിരുന്നു, ഇപ്പം വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ മുഖം മറച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഭയങ്കര മടിയാണ്, ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചെറിയ വായിൽ വലിയ വർത്താനമാണ് പറയുന്നത്. വീഡിയോ എടുക്കരുത്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അമ്മയും അനിയത്തി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു സൈഡ് കണ്ടില്ലേ, രണ്ട് അനിയന്മാരും കൂടി ഇരുന്ന് കഴിക്കുന്നു. പിന്നെ ഞാൻ അടുത്ത അനിയൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്ന് കേട്ടോ. അവർ അടുത്ത ദിവസം അവർ വേറെ വീട്ടിൽ പോകും. എല്ലാവരും കൊഞ്ചിക്കണമല്ലോ അല്ലേ. പിന്നെ അളിയന്മാരുടെ വർത്താനം വേറെ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാറായപ്പോൾ ഇതേ അമ്മായി, എൻ്റെ സുന്ദരി അമ്മായി അമ്മായിയുടെ അടുത്ത് കുറച്ച് നേരം വാചകമൊക്കെ അടിച്ച് നിന്നു. ഞാൻ എൻ്റെ അമ്മാവനെ തപ്പി നടക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ട് പോകാൻ വേണ്ടി, യാത്ര പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഞാൻ തപ്പി അവിടെ ഇവിടെയൊക്കെയായിട്ട് നടന്നിട്ട് കണ്ടില്ല. അപ്പോഴാണ് ആളെ കിട്ടി. ഇത് അപ്പുറത്ത് വാചകമൊക്കെ അടിച്ച് നിൽപ്പുണ്ട് എൻ്റെ സുന്ദരനായ അമ്മാവൻ, സുന്ദരനായ അമ്മായി. എൻ്റെ അപ്പൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് എന്നെ ഓടിച്ചു വിടുന്നത് കണ്ടോ. ഓടി എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അച്ചാച്ച അമ്മാവൻ കേട്ടോ അവിടെ നടന്ന് ഇങ്ങോട്ട് വന്ന് അമ്മാവൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ചേട്ടൻ എൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോയായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ വീഡിയോ എടുക്കുന്നതാണെന്ന്. കുറേ നേരം അപ്പുറത്ത് പോയി എന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലായത് പുള്ളിയുടെ അല്ല, എൻ്റെ അച്ചാച്ചയുടെ വീഡിയോ എടുത്തതാണെന്ന്. ഇത് നമ്മുടെ അച്ചാച്ചയുടെ അതായത് എൻ്റെ അമ്മാവൻ്റെ അളിയനാണ്, അമ്മായിയുടെ ആങ്ങള. ഇതായിരുന്നു ആ കട കേട്ടോ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് നമ്മുടെ നാട്ടിലുള്ള ചേട്ടൻ്റെ കട തന്നെയാണേ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇല്ലിക്കമലയുടെ ബൈക്ക് വശം നമ്മുടെ വീട്ടിൽ നിന്ന് കാണുന്ന ഭാവമില്ല, വീഡിയോക്കകത്തൊക്കെ കാണുന്നത്, അവിടെ കാണാൻ പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.